ഹായ് സ്റ്റുഡൻസ്, എല്ലാവരെയും നിങ്ങളുടെ സ്വന്തം ചാനലായ ഹാഷ് ഇക്കോൺ ലാബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിൽ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് ദ കൺസ്യൂമേഴ്സ് ബിഹേവിയർ എന്നതിലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പബ്ലിക് എക്സാമുകളിൽ ഏറ്റവും കൂടുതലായി ചോദിച്ചിട്ടുള്ളതും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരേ ഒരു പാർട്ടാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതിന് 2-3 വകഭേദങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും അതോടൊപ്പം വരുന്ന ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. അതോടൊപ്പം നിങ്ങൾ കാണിക്കുന്ന വലിയ സപ്പോർട്ടിന് വളരെയധികം സന്തോഷവും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് പോകാം ചാപ്റ്ററിലേക്ക്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 2 പേരുകൾ കൂടിച്ചേർന്നതാണ്. അതിലൊന്ന് ഇലാസ്റ്റിസിറ്റി ആണ്, 2 ഡിമാൻഡ് ആണ്. ഇതിൽ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഡിമാൻഡിനെ നമ്മൾ മുൻപത്തെ ഭാഗങ്ങളിൽ ഈ ചാപ്റ്ററിലെ മുൻപത്തെ ഭാഗങ്ങളിൽ നമ്മൾ അവതരിപ്പിച്ചതാണ്, പഠിച്ചു കഴിഞ്ഞതാണ്. എന്തായിരുന്നു ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓർമ്മ വരുന്നുണ്ടല്ലോ? അതായത് ഒരു വസ്തു വാങ്ങുന്നതിനുള്ള ആഗ്രഹം, അതിനുള്ള കഴിവ്, അതിനുള്ള സന്നദ്ധത, ഇവ കൂടിച്ചേരുന്നതാണ് ഡിമാൻഡ്, അല്ലെ? അല്ലെങ്കിൽ ചോദനം. നേരെ മറിച്ച് എന്താണ് ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിസിറ്റി എന്ന വാക്ക് നമ്മള് ഇലാസ്റ്റിക് എന്ന പേരിൽ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അലാസ്റ്റിക്, അല്ലെ? രണ്ടും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇലാസ്തികത അല്ലെങ്കിൽ പ്രതികരണം. എങ്ങനെയാണ് പ്രതികരിക്കുക? ഇലാസ്റ്റിക് എങ്ങനെ പ്രതികരിക്കും? നമ്മൾ വലിക്കുമ്പോൾ അത് വലിയുകയും, അല്ലെ? അത് തന്നെ നമ്മളിങ്ങനെ ചുരുക്കുമ്പോൾ അത് ചുരുങ്ങുകയും ചെയ്യും. അപ്പൊ നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തിനനുസരിച്ച് ആ വസ്തു എന്ത് ചെയ്യും? അല്ലെ? വലുതാകും, അതുപോലെ തന്നെ ചുരുങ്ങും. അപ്പൊ ഈ രീതിയിൽ ഡിമാൻഡ് ഇലാസ്റ്റിക് ആകുന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, അതായത് ഡിമാൻഡിന്റെ ഇലാസ്തികത. ഡിമാൻഡിന്റെ ഇലാസ്തികത എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദന അളവിലുണ്ടാകുന്ന പ്രതികരണമാണ്. ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോണ്ട്. Elasticity of demand is the responsiveness of the quantity demanded of a commodity with the change in price. ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദന അളവിലുണ്ടാകുന്ന പ്രതികരണത്തിന് പറയുന്ന പേരാണ് ചോദനത്തിന്റെ ഇലാസ്തികത അഥവാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി എന്ന വാക്ക് ഇക്കണോമിക്സിൽ ആദ്യമായി അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന എക്കണോമിക്സിനെ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പരിചയപ്പെട്ടതാണ്. വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തവുമായി അല്ലെങ്കിൽ വെൽഫെയർ ഡെഫിനിഷൻ എന്ന നിർവചനവുമായി എക്കണോമിക്സിന് നിർവചനം കൊണ്ടുവന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ആൽഫ്രഡ് മാർഷൽ, അല്ലെ? എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി വിത്ത് ദ ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദന അളവിൽ പ്രതികരണമുണ്ടാകും. അത്തരം പ്രതികരണത്തെ സൂചിപ്പിക്കാനാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് നമ്മൾ മുൻപേ പഠിച്ചതാണ്, വസ്തുവിന്റെ വിലയും അളവും തമ്മിൽ വിപരീത ബന്ധമാണ് ഉള്ളത്, അല്ലെ?
അതായത് വസ്തുവിന്റെ വില കൂടുമ്പോൾ അളവ് കുറയുകയും വില കുറയുമ്പോൾ അളവ് കൂടുകയും ചെയ്യുന്നു. ഇതാണ് ആ വിപരീത ബന്ധം. ഓക്കെ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അപ്പോ ഉപഭോക്താവ് വാങ്ങുന്ന വസ്തുവിന്റെ വില കൂടിയാൽ അദ്ദേഹം തീർച്ചയായും അതിന്റെ അളവിൽ കുറവ് വരുത്തും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കുറയുന്നു. നേരെ മറിച്ച് വസ്തുവിന്റെ വില കുറയുകയാണെങ്കിൽ അദ്ദേഹം വാങ്ങുന്ന വസ്തുവിന്റെ അളവ് എന്ത് ചെയ്യും? കൂട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും. ഈ രീതിയിൽ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. അല്ലെ, വില കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. അപ്പൊ അത്തരം പ്രതികരണത്തെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഡിമാൻഡിലാണ് ഈ പ്രതികരണം ഉണ്ടാകുന്നത് കൊണ്ട് അതിന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നും പറയുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ കൊടുക്കാം. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് വസ്തുവിന്റെ വിലയിലുള്ള മാറ്റവും വസ്തുവിന്റെ അളവിലുള്ള മാറ്റവും തമ്മിൽ ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും എന്ത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അല്ലെങ്കിൽ അവ തമ്മിലുള്ള അനുപാതമാണ്. വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റവും അതിന്റെ ചോദന അളവിലുണ്ടാകുന്ന പ്രതികരണവും തമ്മിലുള്ള അനുപാതമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 3 തരത്തിലാണുള്ളത്. അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ 3 ടൈപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. രണ്ടാമത്തേത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. 3 ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇങ്ങനെ ഇവയിൽ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് പഠിച്ചു നോക്കാം. ഒന്നാമത്തേത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്, അഥവാ ചോദനത്തിന്റെ വില ഇലാസ്തികത. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പഠിച്ച ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ത് തന്നെയാണോ അത് തന്നെ സൂചിപ്പിക്കുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും. അതായത് ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദന അളവിലുണ്ടാകുന്ന പ്രതികരണത്തിന് പറയുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അല്ലെ, അതായത് ഒരു ഉപഭോക്താവ് വാങ്ങുന്ന വസ്തുവിന്റെ വില കൂടിയാൽ അതിന്റെ അളവ് കുറയുകയും വില കുറഞ്ഞാൽ അതിന്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പൊ വിലയിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾക്കനുസരിച്ച് ഡിമാൻഡിൽ എന്തുണ്ടാകുന്നു? പ്രതികരണം ഉണ്ടാകുന്നു. അല്ലെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി വിത്ത് ദ ചേഞ്ച് ഇൻ പ്രൈസ്. ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദനത്തിൽ എന്തുണ്ടാകുന്നു? പ്രതികരണം ഉണ്ടാകുകയാണെങ്കിൽ അത്തരം ഡിമാൻഡിന് പറയുന്ന പേരാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇവിടെ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ എഴുതാം. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. അല്ലെ, അപ്പോ വളരെ വ്യക്തമാണ്. എന്താണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. അല്ലെ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് വസ്തുവിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് അതിന്റെ ഡിമാൻഡിൽ പ്രതികരണം ഉണ്ടാകുന്നു. അതിനെ കാണിക്കുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ അഥവാ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഒന്നാമത്തെ ടൈപ്പാണ്. ക്ലിയർ അല്ലെ? ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. രണ്ടാമത്തെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അതായത് ചോദനത്തിന്റെ വരുമാന ഇലാസ്തികത. ഒരു ഉപഭോക്താവിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദന അളവിലുണ്ടാകുന്ന പ്രതികരണത്തിന് പറയുന്ന പേരാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി വിത്ത് ദ ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അല്ലെ, അതായത് ഒരു ഉപഭോക്താവിന്റെ വരുമാനം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ
അതിനനുസരിച്ച് അദ്ദേഹം വാങ്ങുന്ന വസ്തുക്കളുടെ അളവിൽ എന്തുണ്ടാകും? പ്രതികരണം ഉണ്ടാകും. അല്ലെ? വരുമാനം കൂടിയാൽ കൂടുതൽ വാങ്ങാം, വരുമാനം കുറയുമ്പോൾ കുറച്ചേ വാങ്ങുന്നുള്ളൂ. അപ്പൊ കൂടുതൽ വാങ്ങുന്നു, കുറച്ചു വാങ്ങുന്നു, ആ രീതിയിലുള്ള ഒരു പ്രതികരണം വരുമാനത്തിനനുസരിച്ച് ഉണ്ടാകുകയാണെങ്കിൽ അത്തരം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം എന്നാണ് എഴുതുക. ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ, അതായത് വരുമാനത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡിൽ പ്രതികരണം ഉണ്ടാകുന്നു. വരുമാനം മാറുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രതികരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നേരത്തെ നമ്മൾ പഠിച്ചത് വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രതികരിക്കുന്നു. അപ്പൊ അത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. നോക്കാം എന്താണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ മൂന്നാമത്തെ ടൈപ്പാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന്റെ പരസ്പര ഇലാസ്തികത. എന്താണ് ചോദനത്തിന്റെ പരസ്പര ഇലാസ്തികത? പരസ്പര ഇലാസ്തികത ഉണ്ടാകുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിലാണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്? പ്രതിസ്ഥാപന വസ്തുക്കൾ. മുൻപത്തെ വീഡിയോസിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും പറയാം, എന്താണ് പ്രതിസ്ഥാപന വസ്തുക്കൾ? ബദൽ വസ്തുക്കൾ. അല്ലെ? ഒരാവശ്യം നിറവേറ്റാൻ ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവിന് പറയുന്ന പേരാണ് പ്രതിസ്ഥാപന വസ്തു. അല്ലെ? അതായത് ഒരു കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ കൈവശം ഒരു വസ്തു ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വസ്തു ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത്തരം വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് എന്ത്? പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയുന്നത്. അല്ലെ? ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ പറയാം. ഷൂസിന് പകരം ചെരുപ്പ് ഉപയോഗിക്കുന്നു. നല്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഷൂസ് ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് അതിന് ബദലായിട്ട് എന്ത് ഉപയോഗിക്കാം? മഴയത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ് ഏത്? പ്രതിസ്ഥാപന വസ്തു. അപ്പോ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സംഭവിക്കുന്നത്, ചോദനത്തിന്റെ പരസ്പര ഇലാസ്തികത നടക്കുന്നത് എവിടെയാണ്? പ്രതിസ്ഥാപന വസ്തുക്കളിലാണ്. അല്ലെ? എങ്ങനെയാണത്? അതായത് പ്രതിസ്ഥാപന വസ്തുക്കളിൽ ഒന്നിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊന്നിന്റെ ഡിമാൻഡിൽ പ്രതികരണം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ്. പ്രതിസ്ഥാപന വസ്തുക്കളിൽ ഒന്നിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊന്നിന്റെ ഡിമാൻഡിൽ പ്രതികരണം ഉണ്ടാക്കുന്നു. അല്ലെ? അതെങ്ങനെയാ? അതായത് ഒരു വസ്തുവിന്റെ വില കൂടുമ്പോൾ ഉപഭോക്താവ് ആ വസ്തു ഉപേക്ഷിച്ചിട്ട് അതിന് പകരം ഉപയോഗിക്കാവുന്ന വില കുറഞ്ഞ വസ്തു വാങ്ങി ഉപയോഗിക്കും. അല്ലെ? അപ്പൊ ആ വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുവിന്റെ ഡിമാൻഡ് അല്ലേ കൂടുക? വില കൂടിയ വസ്തു നമ്മൾ ഉപേക്ഷിക്കുന്നു, അപ്പൊ അതിന്റെ ഡിമാൻഡ് കുറയും. അതിന് പകരം വില കുറഞ്ഞ വസ്തു വാങ്ങി ഉപയോഗിക്കും, അപ്പൊ അതിന്റെ ഡിമാൻഡ് കൂടും. ഇങ്ങനെ മനസ്സിലാവുണ്ടല്ലോ? ഇതാണ് പരസ്പര ഇലാസ്തികത. അതായത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഹാപ്പൻഡ് ഇൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. Under substitute goods, when the price of one commodity increase, the demand of other commodity will also increase. അല്ലെ? ഒരു വസ്തുവിന്റെ പ്രതിസ്ഥാപന വസ്തുക്കളിൽ ഒന്നിന്റെ വില കൂടിയാൽ അത് മറ്റൊന്നിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? ഇതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ നോക്കാം. അതായത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് X divided by change in price of Y. ഇവിടെ X എന്നും Y എന്നും രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ Y എന്ന് പറയുന്ന വസ്തുവിന്റെ വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ അത് X എന്ന വസ്തുവിന്റെ ഡിമാൻഡിൽ പ്രതികരണം ഉണ്ടാക്കുന്നു. ഇതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നതിന്റെ സമവാക്യം.
എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് വൈ. ഇവിടെ തെറ്റിദ്ധരിക്കേണ്ട, എക്സും വൈയും എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പ്രതിസ്ഥാപന വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും പേരൊക്കെ കൊടുക്കാം. ഏത്? ഷൂസ്, അതുപോലെ തന്നെ ചപ്പൽ, അല്ലെങ്കിൽ ചായ അഥവാ കാപ്പി, ഇങ്ങനൊക്കെ എക്സാമ്പിളുകൾ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആകും. അത് ഒഴിവാക്കാനാണ് ഞാനിവിടെ എക്സ് വൈ എന്ന് സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ 3 ടൈപ്പ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി വിത്ത് ചേഞ്ച് ഇൻ പ്രൈസ് എന്നായിരുന്നു. അതായത് ഒരു വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദന അളവിലുണ്ടാകുന്ന പ്രതികരണത്തിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്നതിനുള്ള സമവാക്യം, ഇക്വേഷൻ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന വസ്തുവിന്റെ ചോദന അളവിൽ ഉണ്ടാകുന്ന മാറ്റം ഡിവൈഡഡ് ബൈ വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റം. ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 3 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. അതിൽ ഒന്നാമത്തേത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതിന്റെ ചോദന അളവിലുണ്ടാകുന്ന പ്രതികരണമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്, അല്ലെ? വസ്തുവിന്റെ ചോദന അളവിലുണ്ടാകുന്ന മാറ്റത്തെ വസ്തുവിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് ഹരിക്കുന്നു. ദെൻ രണ്ടാമത്തത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. അതായത് വരുമാന ഇലാസ്തികത. എന്താണ് ചോദനത്തിന്റെ വരുമാന ഇലാസ്തികത? വരുമാനത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ചോദനത്തിൽ പ്രതികരണം ഉണ്ടാകുന്നു, അല്ലെ? ഡിമാൻഡിൽ പ്രതികരണം ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ അതിന് ഇക്വേഷൻ എഴുതാം? അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം എന്നായിരുന്നു. വസ്തുവിന്റെ ചോദന അളവിലുണ്ടാകുന്ന പ്രതികരണം ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ചോദന അളവിലുണ്ടാകുന്ന മാറ്റം ഡിവൈഡഡ് ബൈ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം. ദെൻ മൂന്നാമത് നമ്മൾ പഠിച്ചത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി സംഭവിക്കുന്നത്, പ്രത്യേകം പഠിക്കുക, ക്രോസ് ഇലാസ്റ്റിസിറ്റി 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ക്രോസ് ഇലാസ്റ്റിസിറ്റി സംഭവിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിലാണ്. അവിടെ ഓപ്ഷൻ ആയിട്ട് അങ്ങനെ വരിക: സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെന്ററി ഗുഡ്, ഗിഫൺ ഗുഡ്, അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിലാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സംഭവിക്കുന്നത്, അല്ലെ? അതായത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രകാരം പ്രതിസ്ഥാപന വസ്തുക്കളിൽ ഒന്നിന്റെ വില കൂടുമ്പോൾ മറ്റൊന്നിന്റെ ഡിമാൻഡ് കൂടുന്നു, അല്ലെ? ഇവിടെ നമ്മള് 2 വസ്തുക്കളായിട്ട് പറഞ്ഞിട്ടുള്ളത് എക്സും വൈയുമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമവാക്യം എങ്ങനെ എഴുതായിരുന്നു? അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് വൈ, അല്ലെ? അതായത് വൈ എന്ന് പറയുന്ന വസ്തുവിന്റെ വിലയിൽ മാറ്റമുണ്ടായപ്പോൾ എന്തുണ്ടായി? യെസ്, എക്സ് എന്ന് പറയുന്ന വസ്തുവിന്റെ ഡിമാൻഡിൽ പ്രതികരണമുണ്ടായി. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ക്ലാസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് പുതിയ ഒരു വീഡിയോസുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.